ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സിന്ധു ബാലൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് കാണിച്ചു തരുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 2 കിലോ ചിക്കൻ വൃത്തിയായി കഴുകിയെടുത്തതാണ്. 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, 2 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ അരമുറിയുടെ പകുതി തേങ്ങയാണ് എടുത്തത്. അതിൻ്റെ തേങ്ങാക്കൊത്താണിത്. ഇത്രയുമാണ്. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പം വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇത്രയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളും കൂടെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി പൊടിയുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഒരു 3/4 മണിക്കൂറോളം മൂടി വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ മൂടി തുറന്ന് വെച്ച് അതിലെ വെള്ളം, ഗ്രേവി എത്രത്തോളം വേണം അതനുസരിച്ച് അത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുതേ.